എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമാകട്ടെ. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നിലവിൽ ഗൾഫിലേക്ക് എന്തൊക്കെ ജോബുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും ജോബിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും ദയവ് ചെയ്ത് പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ പറയാനുള്ളൊരു മറ്റൊരു കാര്യം, ഏതൊരു ജോലി നേടുവാനും CV അത്യാവശ്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു മികച്ച CV ഇല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്കൊരു മികച്ച CV ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നതായിരിക്കും. നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി കുവൈത്തിലേക്കാണ്. കുവൈത്തിലേക്ക് ബൈക്ക് ഡെലിവറി ഡ്രൈവർമാരെയും കാർ ഡെലിവറി ഡ്രൈവർമാരെയും ആവശ്യമുണ്ട്. ഫുഡ് ഡെലിവറി ചെയ്യുക എന്നതായിരിക്കും നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടാവുക. ഇന്ത്യൻ കാർ അല്ലെങ്കിൽ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് മിനിമം 2 വർഷം ആയവർക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സൂം ഇൻ്റർവ്യൂ ആണ്, ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്. പക്ഷേ 32 വയസ്സ് വരെ മാത്രമേ പ്രായപരിധി പരിഗണിക്കുകയുള്ളൂ. അതായത് 32 വയസ്സ് വരെയാണ് പറ്റുകയുള്ളൂ. 32 വയസ്സ് വരെ പ്രായപരിധി. 22-നും 32-നും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ 2 വീലർ അല്ലെങ്കിൽ ഇന്ത്യൻ 4 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുള്ളവർക്ക്, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു സൂം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സാലറി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് 120 ഒമാർ റിയാലായിരിക്കും സാലറി. അതായത് കാർ ഡെലിവറി ഡ്രൈവറായിട്ട് കുവൈത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 120 ഒമാർ റിയാലാണ് സാലറി. പ്ലസ് 20 കുവൈത്ത് ദിനാർ ഫുഡിനായിട്ട് ലഭിക്കും. ടോട്ടൽ 140 കുവൈത്ത് ദിനാറായിരിക്കും സാലറി. ബൈക്ക് ഡെലിവറി ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 130 കുവൈത്ത് ദിനാറായിരിക്കും സാലറി. പ്ലസ് ഫുഡിനായിട്ട് 20 കുവൈത്ത് ദിനാറും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 150 കുവൈത്ത് ദിനാറായിരിക്കും സാലറി. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ സൂം ഇൻ്റർവ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള, ഈ ഒരു ജോബിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരും ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഓർക്കുക, ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട്, അത് ബൈക്കോ കാറോ എന്തോ ആയിക്കോട്ടെ, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള 32 വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് പരിഗണിക്കുകയുള്ളൂ. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് ദുബായിലേക്കാണ്. ദുബായിലെ ഗവൺമെൻറ് പ്രൊജക്റ്റിലേക്ക് ബൈക്ക് ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. വാലിഡ് ഇന്ത്യൻ 2 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, അതായത് ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയണം. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. 38 വയസ്സ് വരെയാണ് പ്രായപരിധി. സാലറി വരുന്നത് 2600 സൗദി റിയാൽ മുതൽ 4600 സൗദി റിയാൽ വരെ ആയിരിക്കും. ഏകദേശം 55,000 ഇന്ത്യൻ രൂപ മുതൽ 90,000 ഇന്ത്യൻ രൂപ വരെ. പക്ഷേ നിങ്ങൾക്കിതിൽ ടാർഗറ്റ് ഉണ്ട്. അതായത് ഒരു ദിവസം 13 മുതൽ 15 ഡെലിവറി വരെയൊക്കെ നിങ്ങൾ ഇതിൽ എടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ടാർഗറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കാര്യങ്ങളെക്കുറിച്ചും ഈ ഒരു ജോബിനെ കുറിച്ചുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസിനെ കുറിച്ചും ക്ലയൻറ്റ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അതായത് ദുബായ് RTO ഓഫീസസ് പോലെ, ദുബായ് ഗവൺമെൻറ് കീഴിലുള്ള RTO ഓഫീസസ് പോലെയുള്ള ഓഫീസേഴ്സാണ് ഇവിടെ വന്നിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നത്. 23-ാം തീയതി മുതൽ ഒക്ടോബർ 2 വരെയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ ശൃംഖല നീണ്ടു കിടക്കുന്നത്. അതിൽ 23-ാം തീയതി മുതൽ 27-ാം തീയതി വരെ എറണാകുളത്തും, 29 മുതൽ 30 വരെ, സെപ്റ്റംബർ 29 മുതൽ സെപ്റ്റംബർ 30 വരെ കോഴിക്കോട് വെച്ചിട്ടും, ഒക്ടോബർ 2-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചിട്ടുമാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇതിൽ കൊച്ചിയിലേക്കുള്ള ഇൻ്റർവ്യൂ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് 27-ാം തീയതി വരെയുള്ള ഇൻ്റർവ്യൂവിലേക്ക് ആളുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കൊച്ചിയിൽ വെച്ചിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നതിലേക്ക് ഇനി ആളുകൾ എടുക്കുന്നില്ല. ഇനി നടക്കാൻ പോകുന്ന കോഴിക്കോട് 29-ാം തീയതിയും 30-ാം തീയതിയും കോഴിക്കോട് വെച്ചിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അതേപോലെ ഒക്ടോബർ 2-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ ആളുകൾ എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞു. ഫുഡും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദുബായ് ഗവൺമെൻറ് പ്രൊജക്ട് കമ്പനിയിലേക്ക് ബൈക്ക് ഡെലിവറി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ 38 വയസ്സിന് താഴെ പ്രായമുള്ള വാലിഡ് ഇന്ത്യൻ 2 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, ഇംഗ്ലീഷിൽ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള യുവാക്കളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും ദുബായിലേക്ക് തന്നെയാണ്. ദുബായിലേക്ക് ടാക്സി ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ
ദുബായിലെ ബൈക്ക് ഡെലിവറി ഡ്രൈവറിനെ പറ്റി പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു വേക്കൻസിയാണിത്. ഇതിലേക്ക് 23-ാം തീയതി മുതൽ, അതായത് ഇന്നലെ മുതൽ 27-ാം തീയതി വരെ, സെപ്റ്റംബർ 27-ാം തീയതി വരെ എറണാകുളത്ത് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ. അതിലേക്ക് ആളുകളെ എടുക്കുന്നത് അവസാനിച്ചിട്ടുണ്ട്. ഇനി 29-ാം തീയതി 30-ാം തീയതിയും കോഴിക്കോട് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ. അതിനുശേഷം ഒക്ടോബർ 2-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചിട്ടുമാണ് ഇൻ്റർവ്യൂ. അതിലേക്കാണ്, കോഴിക്കോട്ട് ഇൻ്റർവ്യൂയിലേക്കും അതേപോലെ തന്നെ തിരുവനന്തപുരം ഇൻ്റർവ്യൂയിലേക്കുമാണ് ഇപ്പോൾ ആളുകളെ എടുക്കുന്നത്. ഒരുപാടധികം വേക്കൻസികളുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ ഈ 3 ജില്ലകളിൽ ഇത്രയും ദിവസം ഇൻ്റർവ്യൂ നടക്കുന്നത്. നിങ്ങൾ ഓർക്കുക, അത്യാവശ്യം വേക്കൻസികളുണ്ട്. 1-2 അല്ല, 300ഓളം വേക്കൻസികളാണ്. 300-400ൻ്റെ അടുത്തോളം വേക്കൻസികളാണ് ഓരോ പോസ്റ്റിലേക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ടാക്സി ഡ്രൈവേഴ്സിലെ ഡീറ്റെയിൽസിൽ നമുക്ക് കടക്കുകയാണെങ്കിൽ, വാലിഡ് ഇന്ത്യൻ 4 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള, മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള 38 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. സാലറി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിലൊരു ബേസിക് സാലറി ഉണ്ടാവുകയില്ല. നിങ്ങളൊരു മാസം ഏൺ ചെയ്യുന്ന, ടാക്സി ഡ്രൈവറായിട്ട് വർക്ക് നിങ്ങൾക്കറിയാമല്ലോ, ആ ഒരു വർക്കിൽ നിങ്ങൾ ഒരു മാസം ഏൺ ചെയ്യുന്ന പൈസയുടെ 35% ആയിരിക്കും നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ഉണ്ടാവുക. അതായത് നിങ്ങൾ ടാക്സി ഓടിയിട്ട് ഒരു മാസം 10,000 ദിർഹം നിങ്ങൾ ഏൺ ചെയ്തെന്ന് വിചാരിക്കുക. ഈ 10,000 ദിർഹത്തിൻ്റെ 35% എന്ന് പറയുമ്പോൾ 3,500 ദിർഹം അതായിരിക്കും നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ലഭിക്കുക. അതായത് നിങ്ങൾ ടോട്ടൽ ഏൺ ചെയ്യുന്ന, ഒരു മാസം ടോട്ടൽ ഏൺ ചെയ്യുന്ന പൈസയുടെ 35%. ഇതിലേക്ക് വെഹിക്കിളും ഫ്യൂവലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റ് എക്സ്പെൻസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാനുള്ള കഴിവ്, ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ ഇതിന് ഇൻ്റർവ്യൂ 29-ാം തീയതി 30-ാം തീയതിയും കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ശേഷം ഒക്ടോബർ 2-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഇനി നടക്കാൻ പോകുന്നത്. ആ ഒരു ഇൻ്റർവ്യൂകൾ പങ്കെടുക്കാൻ താല്പര്യമുള്ള 38 വയസ്സിന് താഴെ പ്രായമുള്ള ഇന്ത്യൻ 4 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ, എല്ലാ തൊഴിലവസരത്തെക്കുറിച്ച് പറയുമ്പോഴും പറയുന്ന പോലെ തന്നെ, ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് ഒമാനിലേക്കാണ്. ഒമാനിലെ പ്രശസ്ത ഹൈപ്പർ മാർക്കറ്റുകളിൽ ഒന്നായ അൽതമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് നമുക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇൻ്റർവ്യൂ നമുക്ക് ഇന്നായിരുന്നു, അതായത് ചൊവ്വാഴ്ചയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇൻ്റർവ്യൂ നടന്നിട്ടില്ല, ക്ലയൻറ്റ് നാട്ടിലെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ മാറ്റി വെച്ചിട്ടുണ്ട്, നെക്സ്റ്റ് വീക്കിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് മിക്കവാറും ഇൻ്റർവ്യൂ നടക്കും. നമുക്ക് ഈ അറബികളായതുകൊണ്ട് നാട്ടിലെത്താതെ ഇൻ്റർവ്യൂ ഡേറ്റ് കൺഫേം ആയിട്ട് പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആരോടും ഈ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ, അതായത് പ്രത്യേകിച്ച് അറബികൾ നടത്തുന്ന ഇൻ്റർവ്യൂകൾ നമ്മൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഡേറ്റ് മുൻകൂട്ടി പറയാത്തത്. അവർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ചിലപ്പോൾ നാട്ടിൽ പെട്ടെന്ന് ഈ ഇൻ്റർവ്യൂ പറഞ്ഞ ഡേറ്റിൽ അവരെത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കൺഫേം ആയിട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ മാറ്റി വെച്ചിട്ടുണ്ട്, നെക്സ്റ്റ് വീക്കിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. മിക്കവാറും നെക്സ്റ്റ് ചൊവ്വ അല്ലെങ്കിൽ നെക്സ്റ്റ് വ്യാഴാഴ്ച ഈ ഒരു ഇൻ്റർവ്യൂ നടക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കുകയാണെങ്കിൽ, മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ, ബയ്യർ, ഷോപ്പ് ഇൻചാർജ്, സൂപ്പർവൈസർ, ഷെൽഫ് ബോയ്, അക്കൗണ്ട് അസിസ്റ്റൻറ്റ്, സെയിൽസ്മാൻ, റിസീവർ, ഡാറ്റ എൻട്രി സ്റ്റാഫ് എന്നിങ്ങനെയുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് കടക്കാം. മാനേജറായിട്ട് 28-നും 40-നും ഇടയിൽ പ്രായമുള്ള, വിദേശത്ത് ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ മാനേജറായി ജോലി ചെയ്ത് പരിചയമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. സാലറി വരുന്നത് 300 ഒമാൻ റിയാൽ വരെയായിരിക്കും. അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് 28-നും 38-നും ഇടയിൽ പ്രായമുള്ള, വിദേശത്ത് ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ അസിസ്റ്റൻറ്റ് മാനേജറായി ജോലി ചെയ്ത് പരിചയമുള്ളവരെയാണ് പരിഗണിക്കുന്നത്. 250 ഒമാൻ റിയാൽ മുതൽ 300 ഒമാൻ റിയാൽ വരെയായിരിക്കും സാലറി. ബയ്യർ പോസ്റ്റിലേക്ക് 250 മുതൽ 300 ഒമാൻ റിയാൽ വരെയായിരിക്കും സാലറി. ഇതിലേക്കും വിദേശത്ത് ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ ബയ്യറായി ജോലി ചെയ്ത് പരിചയം ഉണ്ടായിരിക്കണം. ഷോപ്പ് ഇൻചാർജായിട്ട്, വിദേശത്ത് ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ ഷോപ്പ് ഇൻചാർജായിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. 300 ഒമാൻ റിയാൽ വരെയായിരിക്കും സാലറി. 40-നും 50-നും ഇടയിലായിരിക്കണം നിങ്ങളുടെ 30-നും 45-നും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ്. 24-നും 36-നും ഇടയിൽ പ്രായമുള്ള, വിദേശത്ത് ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്ത് പരിചയമുണ്ടായിരിക്കണം. 200 ഒമാൻ റിയാൽ മുതൽ 250 ഒമാൻ റിയാൽ വരെയാണ് സാലറി. ഷെൽഫ് ബോയ് പോസ്റ്റിലേക്ക് 21-നും 30-നും ഇടയിൽ പ്രായമുള്ള, നാട്ടിൽ റിറ്റെയിൽ ഹോൾസെയിൽ ഷോപ്പുകളിൽ ജോലി ചെയ്ത് പരിചയം ഉണ്ടായിരിക്കണം. അതായത് നാട്ടിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ, ഒരു ഫാൻസി ആണെങ്കിലും അല്ലെങ്കിൽ ഫുഡ് വെയർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹോട്ടലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഏത് തരം ഷോപ്പിലാണെങ്കിലും നിങ്ങൾക്ക് ഷോപ്പിൽ മിനിമം 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നത് മാത്രമാണ് ഇവിടെ ചോദിക്കുന്നത്.
21-നും 30-നും ഇടയിലായിരിക്കണം പ്രായം. 130 ഒമാർ റിയാലായിരിക്കും സാലറി. അതായത് 130 ഒമാർ റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം 29,000 ഇന്ത്യൻ രൂപയോളം ഉണ്ടായിരിക്കും. ഇതിലേക്ക് 21-നും 30-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത്. അടുത്ത വേക്കൻസി അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ്. 21-നും 30-നും ഇടയിൽ പ്രായമുള്ള BCom പാസ്സായിട്ടുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ്, ഇന്ത്യയിൽ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത്. 150-നും 180-നും ഇടയിലായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക. 150 ഒമാർ റിയാൽ മുതൽ 180 ഒമാർ റിയാൽ വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക. അടുത്ത വേക്കൻസി വരുന്നത് സെയിൽസ്മാൻ വേക്കൻസിയിലേക്കാണ്. സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് 24-നും 36-നും ഇടയിൽ പ്രായമുള്ള വിദേശത്ത് ഹൈപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്ത് പരിചയമുള്ളവരെയാണ് പരിഗണിക്കുന്നത്. 150 മുതൽ 200 ഒമാർ റിയാൽ വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ട് ഉണ്ടാവുക. അടുത്ത വേക്കൻസി റിസീവർ പോസ്റ്റിലേക്കാണ്. ഇന്ത്യയിലോ വിദേശത്തോ റിസീവറായി ജോലി ചെയ്ത് പരിചയം ഉണ്ടായിരിക്കണം. ഇതിലേക്ക് ഏജ് ലിമിറ്റ് വരുന്നതും 24 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അടുത്ത വേക്കൻസി വരുന്നത് ഡാറ്റ എൻട്രി സ്റ്റാഫ് പോസ്റ്റിലേക്കാണ്. ഡാറ്റ എൻട്രിയിൽ നിങ്ങൾക്ക് ഇന്ത്യയിലോ വിദേശത്തോ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്ത പരിചയം ഉണ്ടായിരിക്കണം. മിനിമം 2 വർഷത്തെ. സാലറി വരുന്നത് 150 മുതൽ 200 ഒമാർ റിയാൽ വരെയായിരിക്കും. ഇതിൽ ഷെൽഫ് ബോയ്, അക്കൗണ്ടന്റ് അസിസ്റ്റന്റ്, റിസീവർ, ഡാറ്റ എൻട്രി സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. ബാക്കിയുള്ള മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, ബയ്യർ, ഷോപ്പ് ഇൻചാർജ്, സൂപ്പർവൈസർ, സെയിൽസ്മാൻ പോസ്റ്റുകളിലേക്ക് ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അതും ഹൈപ്പർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ്, മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. മറ്റു മേഖലയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മറ്റ് ഫീൽഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇതേ പൊസിഷനിൽ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ടുള്ളൂ. ഏറ്റവും കുറഞ്ഞൊരു സർവീസ് ചാർജിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണിത്. ഇൻ്റർവ്യൂ നെക്സ്റ്റ് വീക്കിൽ ഉണ്ടായിരിക്കും. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണ്. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വന്നിട്ടുള്ള ഒരു പുതിയ തൊഴിൽ വേക്കൻസിയാണ് ജിദ്ദയിലേക്കുള്ളത്. സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് എയർപോർട്ട് VVIP ലോഞ്ചിലേക്ക് 20ഓളം ഇൻഡോർ ക്ലീനേഴ്സിന് ആവശ്യമുണ്ട്. ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിദ്ദയിലെ എയർപോർട്ടിലെ VVIP ലോഞ്ചിൽ, അതായത് VIPs ഫ്ലൈറ്റ് കാത്തു നിൽക്കുക, അങ്ങനെയുള്ള ഒരു മേഖലയാണ് അവർ വെയിറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇൻഡോർ ക്ലീനിങ് സ്റ്റാഫായിട്ട് വേക്കൻസി വന്നിട്ടുള്ളത്. അതാണ് എയർപോർട്ട് VVIP ലോഞ്ചിൽ ഇൻഡോർ ക്ലീനേഴ്സ് എന്ന പോസ്റ്റ് വേക്കൻസി വരുന്നത്. സാലറി വരുന്നത് 1300 സൗദി റിയാലായിരിക്കും. ഇതിൽ ഫിക്സഡ് സാലറിയാണ്. 1300 സൗദി റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം 29,000 അല്ലെങ്കിൽ 30,000 രൂപയുടെ അടുത്തായി 29,000 രൂപയോളം ഉണ്ടായിരിക്കും. ഫിക്സഡ് സാലറിയാണ്. അതേപോലെ തന്നെ ഫിക്സഡ് OTയും ഉണ്ടായിരിക്കും. 9 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി. മിനിമം ഫിക്സഡ് OT 2 മണിക്കൂർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 3 മണിക്കൂർ ഉണ്ടായിരിക്കും. അത് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. ഇതിന് നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെൻറ്റും കിട്ടും. ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയണം. ECNR പാസ്പോർട്ടുകൾ പരിഗണിക്കും. 10ാം ക്ലാസ് പാസ്സായവരാണ് നിങ്ങളെങ്കിലും 10ാം ക്ലാസ് പാസ്സാവാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്. പക്ഷേ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക്ക് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ കഴിയണം എന്നത് നിർബന്ധമാണ്. അപ്പോൾ സൗദി ജിദ്ദയിലെ എയർപോർട്ടിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. VVIP ലോഞ്ച് ഇൻഡോർ ക്ലീനർ പോസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള 38 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ജോബും അതേപോലെ തന്നെ ഈ ഒരു ലൊക്കേഷനും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലെ റിയാദിലെ ജായസ് കമ്പനിയിലേക്ക് ബൈക്ക് റൈഡർമാരെ ആവശ്യമുണ്ട്. ഫുഡ് ഡെലിവറി ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക. 2250 സൗദി റിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. ഇതിൽ ടാർഗറ്റ് ഉണ്ടായിരിക്കും. അതായത് 450 ഡെലിവറി ടാർഗറ്റ് ഉണ്ടായിരിക്കും. 450 ഡെലിവറി നിങ്ങൾ എടുത്താൽ മാത്രമേ, ഒരു മാസം 450 ഡെലിവറി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ 2250 സൗദി റിയാൽ സാലറി ഉണ്ടാവുകയുള്ളൂ. അതുമാത്രമല്ല 450 ഡെലിവറിക്ക് മുകളിൽ നിങ്ങൾ ഒരു മാസം ഡെലിവറി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 450 ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും 6 റിയാൽ വീതം കമ്മീഷൻ ലഭിക്കും. എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണിത്. കാരണം നിങ്ങൾ ഇതിലേക്ക് താല്പര്യമുള്ളവരാണ് എങ്കിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 2 ദിവസം കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയും 3-ാം ദിവസം നിങ്ങൾക്ക് മെഡിക്കലും എടുക്കാൻ കഴിയും. 2 ദിവസമല്ല, ഇപ്പോൾ ഇന്ന് ഒരാൾ രാവിലെ കൊടുത്തു, അയാൾക്ക് വൈകുന്നേരം ആയപ്പോഴേ ഇതിൻ്റെ റിസൾട്ട് കിട്ടി, ആൾ പാസ്സായി, ഇനി നാളെ മെഡിക്കൽ എടുക്കും.
അങ്ങനെയുള്ള ഒരു വേക്കൻസിയാണ് ഈ സൗദിയിൽ ജായസിലേക്ക് 2 ദിവസം കൊണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ 4 പേരുടെ CVs ആണ് കൊടുത്തത്, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ആണ് കൊടുത്തത്. അതിൽ ഒരാൾക്ക് ഇന്ന് തന്നെ റിസൾട്ട് കിട്ടി, പാസ്സായി. 3 പേരുടെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണം. അങ്ങനെയുള്ളൊരു വേക്കൻസിയാണ് സൗദി അറേബ്യയിലെ ജായസ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഈ ബൈക്ക് റൈഡർ പോസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു. 2250 റിയാലാണ് സാലറി, ടാർഗറ്റ് ഉണ്ട്. 450 ഡെലിവറി ടാർഗറ്റ് ഉണ്ട്. 450 ഡെലിവറി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ 2250 സൗദിയിലെ സാലറി കിട്ടുകയുള്ളൂ. 450 ഡെലിവറിക്ക് മുകളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു മാസം ഡെലിവറി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 450 ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും 6 റിയാൽ വീതം കമ്മീഷൻ കിട്ടും. ഫുഡ് ഉണ്ടാവില്ല, അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഇനി ടാർഗറ്റ് ജോലി ചെയ്ത്, അതായത് ടാർഗറ്റുള്ള ജോലി ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുകയില്ല, അങ്ങനെ ഒരു പ്രഷർ എടുത്ത് വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു വേക്കൻസിയാണ് സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള, സൗദി റിയാദിലേക്ക് വന്നിട്ടുള്ള കീറ്റ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ബൈക്ക് റൈഡർ ഡെലിവറി ജോബ്. ഇതിൽ ടാർഗറ്റ് ഇല്ല. 1950 സൗദി റിയാൽ ഫിക്സഡ് സാലറി ഉണ്ടായിരിക്കും. ജായസ് കമ്പനിയിലെ 2250 റിയാലാണ് സാലറി. അതിൽ ടാർഗറ്റ് ഉണ്ട്, പക്ഷേ ഇവിടെ ടാർഗറ്റ് ഇല്ല. പക്ഷെ 10-11 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും, അത് ഷുവറാണ്. 10-11 മണിക്കൂർ ഡ്യൂട്ടി എന്തായാലും ഉണ്ടായിരിക്കും. കീറ്റ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഈ ബൈക്ക് റൈഡർ ജോബിന് ഫിക്സഡ് സാലറി 1950 സൗദി റിയാലാണ്. ഫുഡ് ഉണ്ടാവുകയില്ല, അക്കോമഡേഷൻ ഉണ്ടായിരിക്കും. വീഡിയോ സെലക്ഷൻ ആണ്, ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ്. 38 വയസ്സിന് താഴെ പ്രായമുള്ള ഇന്ത്യൻ 2 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്കും ജായസിലേക്കും പരിഗണിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള യുവാക്കളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഗൾഫിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിന് താല്പര്യമില്ല എങ്കിൽ, കാർ ഡെലിവറി ഉണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യാൻ റെഡിയാണ്, അങ്ങനെയുള്ള താല്പര്യമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു വേക്കൻസി വന്നിട്ടുണ്ട്. 1 അല്ല 2 വേക്കൻസി. നമ്മൾ നേരത്തെ ബൈക്ക് ഡെലിവറി ഡ്രൈവറായിട്ട് പറഞ്ഞ പോലെ തന്നെ സൗദി അറേബ്യയിലെ റിയാദിലേക്കാണ് വേക്കൻസി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈക്ക് ഡെലിവറി ഡ്രൈവർ പറഞ്ഞ പോലെ തന്നെ ആ 2 കമ്പനിയിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസികൾ വന്നിട്ടുള്ളത്. ജായസ് കമ്പനിയിലേക്കും അതേപോലെ തന്നെ കീറ്റ കമ്പനിയിലേക്കും. 2ഉം റിയാദിലേക്കാണ് വേക്കൻസി. ചില എന്താ പറയുക വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ എല്ലാം സെയിമാണ്, സാലറി കാര്യങ്ങളൊക്കെ സെയിമാണ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ജായസ് കമ്പനിയിലേക്ക് നോക്കാം. ജായസിലേക്ക്, റിയാദ് ജായസ് കമ്പനിയിലേക്ക് കാർ ഡെലിവറി ഡ്രൈവറായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മന്ത്ലി ടാർഗറ്റ് വരുന്നത് 400 ഡെലിവറിയാണ്. നിങ്ങളൊരു മാസം 400 ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി 1600 സൗദി റിയാലാണ്. കൂടാതെ കമ്മീഷനും ഉണ്ടായിരിക്കും. അതായത് നിങ്ങളൊരു മാസം 400 ഡെലിവറി, അതായത് ടാർഗറ്റ് എന്ന് പറയുന്നത് 400 ഡെലിവറിയാണ്. ആ 400 ഡെലിവറിക്ക് മുകളിൽ നിങ്ങൾ ഒരു മാസം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 400 ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും 6 റിയാൽ വീതം കമ്മീഷനും ലഭിക്കും. ഇതും ബൈക്ക് ഡെലിവറി കമ്മീഷൻ സെയിം ആണ്, 6 തന്നെയാണ് അവിടെയും ഇവിടെയും ഒക്കെ. ഇതിലേക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട്, ഇന്ത്യൻ 4 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. 38 വയസ്സ് വരെയാണ് പ്രായപരിധി. എന്നാൽ കീറ്റ കമ്പനിയിലേക്ക് 36 വയസ്സിന് താഴെ പ്രായമുള്ള ഇംഗ്ലീഷോ അല്ലെങ്കിൽ അറബിക്കോ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന യുവാക്കളെയാണ് പരിഗണിക്കുന്നത്. കാർ ഡ്രൈവറായിട്ട് സെയിം സാലറി കാര്യങ്ങൾ തന്നെയാണ്. 1600 സൗദി റിയാലാണ് സാലറി. പിന്നെ 400 ഡെലിവറി ടാർഗറ്റ്. ഈ 400 ഡെലിവറി നിങ്ങളൊരു മാസം എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് 1600 സൗദി റിയാൽ സാലറി കിട്ടുകയുള്ളൂ. 400 ഡെലിവറിക്ക് മുകളിൽ നിങ്ങളൊരു മാസം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 400 ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും 6 റിയാൽ വീതം കമ്മീഷനും കിട്ടും. സെയിം എന്താ പറയുക, നമ്മൾ നേരത്തെ ജായസ് കമ്പനിയിലേക്ക് പറഞ്ഞ പോലെയുള്ള സെയിം കാര്യങ്ങളാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ കഴിയണം. അത് ജായസിലേക്കാണെങ്കിലും കീറ്റയിലേക്കാണെങ്കിലും ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ കഴിയുന്ന 36 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. കീറ്റയിലേക്ക് 36 വയസ്സ് വരെയാണ് പ്രായപരിധി. ജായസ് കമ്പനിയിലേക്ക് 38 വയസ്സ് വരെയാണ് പ്രായപരിധി. 2ഉം റിയാദിലേക്കാണ്. 2ഉം ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് 4 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കമ്പനിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നും പറയാൻ മറക്കരുത്. നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി ഒമാനിലേക്കാണ്. ഒമാനിലേക്ക് ഒരു കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട്. 120 ഒമാൻ റിയാലാണ് സാലറി. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. 120 ഒമാൻ റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം 26,000 ഇന്ത്യൻ രൂപയായിരിക്കും സാലറി ഉണ്ടാവുക. നിങ്ങൾക്ക് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. 120 ഒമാൻ റിയാലുള്ളൂ, 26,000 ഇന്ത്യൻ രൂപയുള്ളൂ എന്നൊക്കെ കേട്ടിട്ട്
നാട്ടിൽ ഇത്രയും രൂപയ്ക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു മാസം ഇത്രയും രൂപ ഉണ്ടാക്കാം, ഇവിടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്രയും രൂപ ഒരു മാസം ഉണ്ടാക്കാം എന്നൊന്നും പറഞ്ഞ് ആരും കമൻ്റ് ഇടാൻ വരണ്ട. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നാട്ടിൽ ജോലി ചെയ്തോളൂ. നാട്ടിൽ ജോലി കിട്ടാത്തവരുണ്ടെങ്കിൽ, പ്രാരാബ്ദമുള്ളവരുണ്ടെങ്കിൽ മാത്രം ഗൾഫിൽ പോയാൽ മതി. യാതൊരു നിർബന്ധം ആർക്കും ഇല്ല. ഇതിൽ 120 ഒമാർ റിയാലാണ് സാലറി. കോഫി ഷോപ്പിലേക്ക് 26,000 രൂപ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഫുഡും അക്കോമഡേഷനൊന്നും ഫുഡിനും അക്കോമഡേഷനും ചിലവുണ്ടാവില്ല, കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു ഫുഡിനാണെങ്കിൽ ഒരു മാസം 30 ഒമാർ റിയാൽ ഒരു മാസം നിങ്ങൾക്ക് എന്തായാലും വേണ്ടി വരും. ആ ചിലവ് ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ 150 ഒമാർ റിയാൽ അവർ നൽകുമായിരുന്നു. അപ്പോൾ പലർക്കും നല്ലൊരു സാലറിയാണ് ഒമാനിലെ ഈ കോഫി ഷോപ്പിലേക്ക് വന്നിട്ടുള്ളത്. നല്ലൊരു സാലറിയാണ്. 150 ഒമാർ റിയാലുണ്ട്. അതായത് ഇവിടുത്തെ ഏകദേശം 33,000 34,000 രൂപയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമായിരുന്നു. പക്ഷേ ആ ഫുഡിനുള്ള ചിലവ് ഇവിടെ കുറച്ചുകൊണ്ടാണ് 120 ഒമാർ റിയാലാക്കി തന്നിട്ടുള്ളത്. അക്കോമഡേഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 32 വയസ്സിന് താഴെ പ്രായമുള്ള 30 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. കൂടാതെ മലപ്പുറം ജില്ലയിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുള്ളൂ. ഇനി മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ വേറെ ഒന്നും കരുതേണ്ട. മതം വിഷയമല്ല, വർഗം വിഷയമല്ല, ജാതി വിഷയമല്ല, നിറം വിഷയമല്ല, വർണ്ണം കാര്യങ്ങളൊന്നും വിഷയമല്ല. പക്ഷേ ജില്ല വിഷയമാണ്. മലപ്പുറത്തുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള 30 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, 12 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ലീവും ഇല്ല. അതിനൊക്കെ ഓക്കെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ, അതിനൊക്കെ പറ്റി അവിടെ നിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്.